എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാനായി യോഗ്യതയിൽ ഭേദഗതി വരുത്തിയ സർക്കാർ നടപടി തെറ്റാണെന്ന നിയമോപദേശം. AICTE ചട്ടങ്ങൾ പ്രകാരം ഡയറക്ടർ നിയമനത്തിന് അധ്യാപന യോഗ്യത നിർബന്ധമാണ്. യോഗ്യത ഭേദഗതിക്ക് ശുപാർശ ചെയ്യാൻ ഗവർണിംഗ് ബോഡിക്ക് മാത്രമാണ് അധികാരമെന്നും നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, പറയൂ. എസ്കേൻ, നിലവിൽ IHRDയുടെ താൽക്കാലിക ഡയറക്ടറാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VS അരുൺകുമാർ. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഇത് അനധികൃതമായി അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നടപടിയിലേക്ക് IHRD കടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസറായ ഡീനു ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഈ ഭേദഗതി, അതായത് ഒന്നിൽ സാധാരണഗതിയിൽ ഡയറക്ടർ ആകണമെങ്കിൽ അധ്യാപനത്തിൽ പരിചയം വേണം. പക്ഷേ 2003-ൽ IHRD എക്സിക്യൂട്ടീവ് ചേരുകയും അതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഒന്നില്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടറായി പരിചയം വേണം, അതല്ലെങ്കിൽ പ്രിൻസിപ്പളായോ പരിചയമുണ്ടെങ്കിൽ, അധ്യാപക പരിചയം ഇല്ലെങ്കിൽ പോലും അയാൾക്ക് IHRDയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരാം എന്നുള്ളതായിരുന്നു എക്സിക്യൂട്ടീവിന്റെ ഭേദഗതി. ഈ ഭേദഗതി ഉൾപ്പെടെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഈ ഹർജിയിൽ വ്യക്തമാക്കിയത്. അത് ശരിവെക്കുന്നതാണ് നിലവിൽ IHRD സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നിരിക്കുന്ന മറുപടി. നിലവിൽ ഈ ചട്ടഭേദഗതി നിലനിൽക്കില്ല. അത്തരത്തിൽ ചട്ടഭേദഗതി നടത്തി അരുൺകുമാറിനെ ഡയറക്ടറാക്കി നിയമിച്ചാൽ അതിൽ കോടതി ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വന്നിരിക്കുന്ന നിയമോപദേശം. സർക്കാരിന് ഒരു തിരിച്ചടിയായി ഇതിനെ കണക്കാക്കാം. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.